എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 4-ാം തീയതി ഇന്ന് OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്ന മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു തെലുങ്ക് മൂവിയാണ് പെഡ്ഡി. ബുച്ചി ബാബു സനയുടെ സംവിധാനത്തിൽ രാം ചരൺ കേന്ദ്ര കഥാപാത്രമായി എത്തിയൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണിത്. ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു, ബോമൻ ഇറാനി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏകദേശം ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് 350 കോടി രൂപയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ജൂലൈ മാസം 9-ന് OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി പരിമള ആൻഡ് കോ. 10 കോടി ബഡ്ജറ്റ് നിർമ്മിച്ച ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയാണ്. ചെന്നൈയിൽ താമസിക്കുന്ന സാധാരണ കുടുംബമാണ് പരിമളയുടേത്. ഇവരുടെ മകളെ നിരന്തരമായി ശല്യം ചെയ്യുന്ന ഒരു ലോക്കൽ ഗുണ്ടയെ അപ്രതീക്ഷിതമായി കൊല്ലാൻ കുടുംബം നിർബന്ധിതരാകുന്നു. ഈ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആ മൃതദേഹം പോലീസിന്റെ കണ്ണിൽപ്പെടാതെ മറവ് ചെയ്യാനും അവർ നടത്തുന്ന രസകരമായ ശ്രമങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള ആൻഡ് കോ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 10-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മേം വാപ്പസ് ആവൂങ്ക. ഇംതിയാസ് അലി സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ, ദിൽജിത്ത് ദോസഞ്ച്, ഷർവാരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ചിത്രമാണ് മേം വാപ്പസ് ആവൂങ്ക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മകളും നഷ്ടപ്രണയവും പ്രമേയമാക്കി ഒരു വൈകാരികമായ ഡ്രാമ ചിത്രമാണിത്. ഹൃദയസ്പർശിയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 7-ന് OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാള മൂവിയാണ് പള്ളിച്ചട്ടമ്പി. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് പള്ളിച്ചട്ടമ്പി. ടോവിനോ തോമസിനെ കൂടാതെ കയാദു ലോഹർ, വിജയരാഘവൻ, സിദ്ദിഖ്, ബാബുരാജ്, സുധീർ കരമന എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. പൃഥ്വിരാജ് അതിഥി വേഷത്തെത്തുന്ന ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂവി ജൂലൈ മാസം OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഹിന്ദി മൂവിയാണ് പതി പത്നി ഓർ വോദോ. മെയ് മാസം 15-ന് റിലീസ് ചെയ്ത ഈ കോമഡി മൂവിയിൽ ആയുഷ്മാൻ ഖുറാന, വാമിക ഗപ്പി, സാറ അലി ഖാൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 10-ാം തീയതി OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ബാൾട്ടി സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കേരള, തമിഴ്നാട് അതിർത്തിയിലാണ് കഥ നടക്കുന്നത്. കബഡിക്കളിയും ഗുണ്ടാസംഘങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട കഥയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലീവ് ആണ്. ജൂലൈ മാസം 10-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹോളിവുഡ് മൂവിയാണ് 72 Hours. പ്രശസ്ത കോമഡി താരം കെവിൻ ഹാർട്ട് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഒരു കോമഡി മൂവിയാണ് 72 Hours. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 24 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു അമേരിക്കൻ സർവൈവൽ ഹൊറർ അഡ്വഞ്ചർ ചിത്രമാണ് ദ ഡെവിൾ മൗത്ത്. തായ്ലാൻഡിൽ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന 5 സുഹൃത്തുക്കൾ അവിടെയുള്ള ദ ഡെവിൾസ് മൗത്ത് എന്ന് വിളിക്കുന്ന കടലിനടിയിലുള്ള ഒരു ഗുഹയിലേക്ക് ഒരു ഗൈഡിന്റെ സഹായത്തോടെ നീന്തി പോവുകയും ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തിടക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോവുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ മാസം 29 മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് C5 OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മറ്റൊരു മലയാളം മൂവിയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമാണ് കറക്കം. ഒരു ലോഡ്ജിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഇക്ക. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് P മൽഹോത്ര സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ലീഗൽ ത്രില്ലറാണ് ഇക്ക. 29 വർഷങ്ങൾക്ക് ശേഷം സണ്ണി ഡിയോളും അക്ഷയ് ഖന്നയും വീണ്ടും ഒന്നിക്കുന്ന എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഇവരെ കൂടാതെ ദിയ മിർസ, തിലോത്തമ ഷോം, സഞ്ജീത ഷെയ്ഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 10-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി അന്തർ ദ മാൻ. ഹരിശ്രീ അശോകൻ, ബാബു അന്നൂർ, അനുമോൾ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. അനാഥരും ട്രാൻസ്ജെൻഡറുകളും ദരിദ്രരും അടങ്ങുന്ന സമൂഹം മാറ്റി നിർത്തിയ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന കോളനിയിലാണ് കഥ നടക്കുന്നത്. ശിവകുമാർ കങ്കുൽ സംവിധാനം ചെയ്ത ഈ മൂവി ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ക്രൈം ഡ്രാമ ഫിലിമാണ് നാൻഡോ. 5 വർഷത്തെ അധോലോക ജീവിതത്തിന് ശേഷം സെർബിയയിൽ കഴിയുന്ന നാൻഡോയുടെ മകളെ കാണാതാവുകയും മകളെ കണ്ടെത്താൻ വേണ്ടി നാൻഡോ തന്റെ ക്രിമിനൽ ലോകത്തേക്ക് തിരികെ പോകേണ്ടി വരികയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 12 മുതൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും.